നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ല് സംഭരണത്തിന്റെ വിഷയം ആദ്യ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചു. ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കി. ഇനി സംഭരിക്കാനുള്ളത് വളരെ പരിമിതമായ നെല്ല് മാത്രമാണ്. PRS ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണം പ്രഥമ ക്യാബിനറ്റ് യോഗത്തിൽ ഞാൻ തന്നെ കൃഷിമന്ത്രി എന്ന രീതിയിൽ ക്യാബിനറ്റ് യോഗത്തിൽ ഈ നെല്ല് സംഭരണത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അവിടെ വെച്ചുകൊണ്ടൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റിയിൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററും സഹകരണ വകുപ്പ് മന്ത്രിയും രണ്ടുപേരും ഉണ്ടായിരുന്നു. ശ്രീ അനൂപ് ജേക്കബും ശ്രീ M ലിജുവും. മൺസൂൺ വരുന്നതിന് മുമ്പ് സമ്പൂർണ്ണമായിട്ടുള്ള സംഭരണം പൂർത്തിയാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എൻ്റെ ഓഫീസിൽ ഓരോ ദിവസത്തെ ഇതിൻ്റെ അപ്ഡേഷൻ നടക്കുകയാണ്. ഇനി സംഭരിക്കാനുള്ളത് വളരെ പരിമിതമായിട്ടുള്ള നെല്ലുകൾ മാത്രമാണ്. കനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കരാർ അത് പുതുക്കി. 2, പാലക്കാട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതായ പാക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നെല്ല് സംഭരണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്, സപ്ലൈകോ മുഖാന്തരമാണ് ഇതിൻ്റെ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്.